ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA-ക്കെതിരെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം വരുന്നത്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടത്തില്ല. സകല സ്ത്രീ പീഡനങ്ങൾക്ക് കുട പിടിക്കുന്നതാണ് കേരളത്തിലെ പിണറായി വിജയന്റെ 8.5 വർഷക്കാലത്തോളം പൂർത്തിയാകാൻ പോകുന്ന സർക്കാരിന്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ വെളിവാക്കുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. കൊല്ലം MLA മുകേഷ് ശല്യപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് യുവതി പറയുമ്പോൾ ആ യുവതിയുടെ തൊഴിൽ നഷ്ടപ്പെടുത്തി ഓടിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ മുകേഷ് പറയുന്നു, ഞാൻ CPM MLA ആയതുകൊണ്ട് വേട്ടയാടുന്നു. ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. ബഹുമാനപൂർവ്വം തന്നെ ഞാൻ മുകേഷിനോട് ചോദിക്കുന്നു, CPM-ന് വേറെ MLA-മാരില്ലേ കേരളത്തില്? അവരെ ആരും വേട്ടയാടുന്നില്ലല്ലോ. കയ്യിലിരിപ്പ് കൊണ്ടാകാം. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. FIR എടുത്ത്, അതായത് ഭാരതീയ ന്യായ സംഹിതയുടെ 199-ാം വകുപ്പ് അനുസരിച്ച് FIR എടുത്ത് കേസ് അന്വേഷിക്കണം. എന്ത് പറ്റി മനോഹരൻ ചേട്ടാ? ഇനി എന്തോന്ന് പറ്റാ? എന്നെ ജീവനോടെ കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടോണം. നാളത്തെ കാര്യം സംശയമാണ്. ഒരു വിരോധം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ സിദ്ദിഖിനെതിരായ ആരോപണം, അതുപോലെ ഇടവേള ബാബുവിനെതിരായിട്ട് ആരോപണം, ഇനി ആരോപണം വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളും നീലത്തിമിംഗലും ഒക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെന്ന് ഞാൻ, ഇതിപ്പോഴല്ലെന്ന് കേൾക്കാൻ നല്ല രസമുണ്ട്.